എന്തോന്ന് എവിടെ മേക്കപ്പ്? ഓ പയ്യ സോ ബ്യൂട്ടിഫുൾ. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ നാച്ചുറൽ ബ്യൂട്ടിയാണ്. അതായത് ഇന്ന് നമ്മള് നമ്മുടെ വീടിന്റെ കുറ്റിയടിച്ച ദിവസം തന്നെയാണ് ഇന്ന്, അതായത് ഉത്രാട ദിവസമാണ്. അപ്പോ ഒരാളൊരാഗ്രഹം പറഞ്ഞ് നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കണം. അതൊരാഗ്രഹം പറഞ്ഞ് ഈ വ്യക്തിയാണ് ആ ആഗ്രഹം പറഞ്ഞത്. സോ നമുക്കത് സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാൻ പോവാം. എന്റെ വ്ലോഗ് എടുത്തോണ്ടിരിക്കുമ്പോ എല്ലാവർക്കും അമ്മൂന് വേണം. ഞാൻ എന്താ ചെയ്യാ, എനിക്ക് എത്ര സ്ഥലത്തേക്ക് എത്താൻ പറ്റും അല്ലേ ചോദിച്ചു. ഞങ്ങൾ ആരും റെഡി ആയിട്ടില്ല. ഒരാളവിടെ മേക്കപ്പ് ആണ്, ആ മേക്കപ്പ് ചെയ്തതിന്റെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അവൾ അവിടെ നിന്ന് മാറിയാലാണ് എനിക്ക് പോയി മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മണിക്കൂറായി അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കണു. അവള് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ ഒന്ന് മാറി തരുമോ? കുട്ടി മേക്കപ്പിലാണ്. എല്ലാരും റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാവോ എന്തോ. അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഞാനും ആദു മാത്രമാണ് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഈ രണ്ട് ദുരന്തങ്ങള് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് നോക്ക്. എന്ത് ചെയ്ത് നീ? ഒരു മണിക്കൂറായി. ഞാനിപ്പൊ തുടങ്ങിയുള്ളൂ. ഒന്നുമല്ല, വെറുതെ തള്ളല്. ഐസ്ക്രീം ആണോ? ഞാൻ പേടിപ്പിച്ചേക്ക. അത് കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്, എന്നെ കാണാൻ ആരെ പോലെ ഉണ്ടെന്ന്? എങ്ങനെ ഓർക്ക പറയൂ എല്ലാരും. കേക്കല്ലേ? സത്യമാ? വയ്യ. കമന്റ് ബിലോ വേറെ ആർക്കും കേൾക്കാൻ തോന്നിയിട്ടുണ്ടോ? തെരഞ്ഞെടുക്കരുത് പ്ലീസ്. തൃശ്ശൂര് റൗണ്ടിലിരിക്കുന്ന പിച്ചക്കാരിയുടെ പോലെ തോന്നിയിട്ടുണ്ടോ? നിന്റെ ഐസ്ക്രീം ക്യാൻസൽ കേട്ടോ. എന്റെ അല്ല, നിനക്ക് ഡയറി മിൽക്ക്, നിന്റെ ഡയറി മിൽക്ക് ക്യാൻസൽ. എന്റെ അതുവിന് വലിയ ഐസ്ക്രീം. ആരും പറയണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആരും പറയരുത് കേട്ടോ. അതവിടെ ആരും വന്നിച്ചു. ഇട് നീ ഇട്. പിങ്ക് കളറിന് അടിച്ച് കയറ്റിയേക്കുക. വേറെ കളർ. അത് ശരി, ഡിഫറെന്റ് റെഡ് ആയിരിക്കും ഇനി വരിക. നല്ല ചോമല കളർ, നമ്മുടെ പാലക്കാട് ഭാഷയിൽ പറഞ്ഞ പൊട്ടിച്ച. ഇതുകൊണ്ട് എന്റെ കാരണന്മാര് കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടണു. അതുകൊണ്ടാണ് അത് ബ്രൂട്ടീഷൻ ചെയ്തിട്ടല്ല. ആ സൗന്ദര്യം ദൈവം തന്നെയാണ് ഭംഗി. കാരണന്മാര് ജനിപ്പിച്ചപ്പോ കാരണന്മാരൊരു ഭംഗിയാണ് എനിക്ക് തന്നേക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അത്രയും കോലമില്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല, എല്ലാവരും കാണാൻ കൊള്ളാവുന്നതാണ്. പക്ഷെ ബ്രൂട്ടീഷിൽ പോയെങ്കിലും ലിപ്സ്റ്റിക് കാണുന്നുണ്ട്. പാവം. ഡയറി മിൽക്ക് ക്യാൻസൽ ചെയ്യില്ലല്ലോ. ഇല്ല. അങ്ങനെ നീണ്ട 1 മണിക്കൂറിന് ശേഷം എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇനി ഞാനൊന്ന് പുട്ടിയടിക്കട്ടെ. ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യാൻ. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമർ അല്ലേ? ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ. ഞാൻ എന്താ പടം? വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്ന വംശനാശം. സിംഹവാലം കുരങ്ക നോക്കട്ടെ. കണ്ട നല്ല ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം. കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. ഒട്ടായി തുടങ്ങി. ഞാൻ പോയി വരട്ടെ മക്കളെ. ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നതാണ് കേട്ടോ. പെട്ടെന്ന് വേപ്പുമരം കണ്ടപ്പോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടില്ല. അത് ശരിയാ, കണ്ണട വെച്ച എക്സ്പ്രഷൻ കിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് വേപ്പുമരം കാണും കേട്ടോ. എന്തോ കുഴപ്പമുണ്ടല്ലോ. അമേരിക്ക. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അമേരിക്ക, US. ഇംഗ്ലീഷ് അമേരിക്കക്കാരനല്ലേ?
It is too much. I don't like. I don't like. It is a tree. നീം ഫ്രീ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണ്ടേ? അവനെടുക്കണ്ട്. അതെ. അങ്ങനെ കുറച്ച് താഴ്ത്തിട്ട് കള നോട്ടം. അത് പറഞ്ഞാൽ ഞാൻ തിരുപ്പൂരത്തോളം പഠനം കൊണ്ടുവരുന്നു. ഒരു വിധം സെറ്റാക്കി വരുമ്പോ ഇടയിൽ കൂടെ നീ ഇവിടെ കേട്ടില്ലേ? അവൻ പറഞ്ഞു ഒന്ന് കള്ളനോട്ടം നോക്കാൻ പറഞ്ഞു. അത് തിരുപ്പൂര് പോയാലേ പറ്റുള്ളൂ. ക്യാമറ കട്ട് എന്തൊക്കെയാ പറയാ? നിങ്ങളുടെ കുടുംബാണല്ലേ നിങ്ങളുടെ സ്വർഗരാജ്യം. നിങ്ങളുടെ മാത്രല്ല നമ്മളെല്ലാവരുടെയും. അടി പിടിച്ചുട്ടാ മസിൽ അടി പിടിച്ചു. ബോഡി അറിയില്ല, എടുത്തോട്ടോ ഇങ്ങോട്ട് വന്നേ. വാ പിടിച്ചേ. കടപ്പെടുത്തൽ കണ്ട വയറ്. നല്ലോണം ചിരിക്കും എല്ലാരും കഴിഞ്ഞ് ഓരോ സൈഡായി. പറ എന്താ, എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോഷൂട്ട്? ഫോട്ടോഷൂട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളിയായിരുന്നോ? എന്നിട്ട് എന്താ ചേട്ടനോട് താങ്ക്സ് പറയാത്ത? പറഞ്ഞ മിസ്റ്റർ അഖിൽ കൃഷ്ണൻ. നമുക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ലാതെ. അപ്പോ ഇന്ന് ഉത്രാടം. ഇവളുടെ ആഗ്രഹം സഫലമായി. ഇനി എന്തായിരുന്നു? ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം അല്ലേ? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. സദ്യ ഉണ്ടാ? തിരുവോണം ചിലപ്പോഴേ വീഡിയോ എടുക്കുള്ളൂ. പിന്നെന്താ അടിയുള്ളത്? തിരുവോണം കഴിഞ്ഞിട്ടുള്ള ദിവസം എന്താ? 7 അല്ല 6-ാം തീയതി. 6th നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അന്ന് ചിലപ്പോ അടിച്ചു പൊളിക്കുക, എന്താ സംഭവം എന്നറിയില്ല. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് വരാം. അതുവരെയ്ക്കും ബൈ ബൈ.